വെൽക്കം ബാക്ക് എവ്രി വൺ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളെ കുറിച്ചാണ്. നമസ്കാരം. അങ്ങനെ സൗത്ത് ഗേറ്റ് ഇംഗ്ലണ്ടിന്റെ കോച്ചിങ് സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ആദ്യം തന്നെ താങ്ക് യു സോ മച്ച് സൗത്ത് ഗേറ്റ്. 102 മത്സരങ്ങൾ, 8 വർഷം, ഒരു വേൾഡ് കപ്പ് സെമി ഫൈനൽ, 2 യൂറോ കപ്പ് ഫൈനൽ. പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം പുള്ളി ചെയ്തു. എനിക്ക് തോന്നുന്നു 1-2 പോസിറ്റീവ്സ് ഇവിടെ പറയാതിരിക്കാൻ വയ്യ. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് തമ്മിൽ സംസാരിക്കാൻ ഒരിടയില്ലാത്ത വളരെ ഈഗോയിസ്റ്റ് ആയിട്ടുള്ള കുറെ ഇംഗ്ലണ്ട് ടീമംഗങ്ങളെ കുറിച്ച് നമുക്കൊക്കെ അറിയാമായിരുന്നു. അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു ഹാർമണിയോടെ ടീമിനെ ഒരു പരിധി വരെ ബിൽഡ് ചെയ്യാൻ പുള്ളിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ പുള്ളിയുടെ വെടി തീർന്നു, ഇനി കത്തിക്കാനൊന്നും ബാക്കിയില്ല. ഫൈനലിലെ ആ ഒരു ഡിഫെൻസീവ് ടാക്ടിക് കൊണ്ട് നമ്മൾ എവിടെയും എത്താൻ പോവില്ല എന്ന് അയാൾക്കും അതുകൂടാതെ എഫ്എക്കും മനസ്സിലായി എന്നുള്ളതിന്റെ ഒരു നേർപത്രമാണ് ഈ ഒരു സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും പുതിയ കോച്ചിനെ തപ്പി എഫ് എ ഇറങ്ങിയിട്ടുണ്ട്. പല പേരുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇംഗ്ലീഷ് കോച്ചിനെ തിരഞ്ഞെടുക്കുമോ അല്ലെങ്കിൽ ഒരു വിദേശ കോച്ചിനെ കൊണ്ടുവരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പൊ ലോക്കൽ കോച്ച് അവൈലബിൾ ആണ്. ഇപ്പൊ എഡി ഹൗവിനെ പോലുള്ള വളരെ ടാലന്റഡ് ആയിട്ടുള്ള മാനേജേഴ്സ് ലോക്കലി അവൈലബിൾ ആയിട്ടുണ്ട്. പോച്ച്, ടുക്കൽ, അതുമല്ലെങ്കിൽ അതുപോലുള്ള വേൾഡ് ക്ലാസ് മാനേജേഴ്സും പുറത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് എഫ് എ ആരെ ചൂസ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ പോയിന്റ്. പലപ്പോഴും ഇംഗ്ലീഷ് മാനേജറെ ചൂസ് ചെയ്യാനാണ് എഫ് എ ശ്രമിക്കാറുള്ളത്. ലോക്കൽ പൊളിറ്റിക്സും കൺട്രോളിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ഇംഗ്ലീഷ് മാനേജർ ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ പലപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ പലപ്പോഴും എഫ് എയുടെ ഇന്റർണൽ ഡിസ്കഷൻ ഒക്കെ എക്സ്പോസ് ആവുന്നതും ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്തായാലും അധികം വൈകാതെ പുതിയൊരു കോച്ചുമായിട്ട് എഫ് എ വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കമന്റ് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ബി കെയർഫുൾ വാട്ട് യു വിഷ് ഫോർ എന്ന് പറഞ്ഞാല് ഇതുവരെയുള്ള ഇംഗ്ലണ്ടിന്റെ കളിയൊക്കെ നമ്മൾ കണ്ടു. ഈസി ആയിട്ട് ഫൈനലിൽ എത്തുന്നു, ഫൈനലിൽ തോക്കുന്നു. ഇനി പുതിയ കോച്ച് വന്നതിന് ശേഷം ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തേക്ക് പോകുന്ന ഇംഗ്ലണ്ടിനെ നമുക്ക് തിരിച്ച് കാണേണ്ടി വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അറ്റാക്കിംഗ് കളിയൊക്കെ ഉണ്ടാവും, പക്ഷേ ഫൈനലൊന്നും എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയായിരിക്കും. എന്തായാലും നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഒരു നല്ലൊരു കോച്ച് വരട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ്. മറ്റൊരു ഇഷ്യൂ എൻസോ ഫെർണാണ്ടസിന്റെ ആ ഒരു റേസിസ്റ്റ് ചാൻഡ് ഇഷ്യൂ തന്നെയാണ്. അപ്പോ കോപ്പ അമേരിക്ക ഫൈനൽ ജയിച്ചതിന് ശേഷം അർജന്റീന ടീം അംഗങ്ങൾ ഫ്രാൻസിലെ പ്ലേയേഴ്സിനെ കുറിച്ച് പാടിയ ആ ഒരു ചാൻഡ് ഇപ്പൊ വൈറലാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം എഫ് എ, ഫിഫ എല്ലാവരും കാലിലും കഴുത്തിലും ചെരുപ്പിലും ഷർട്ടിന്റെ സൈഡിലും എല്ലായിടത്തും എഴുതിയിരിക്കുന്നതാണ് നോ റൂം ഫോർ റേസിസം. റേസിസം പാടില്ല, ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ്, തേങ്ങയാണ് ചേനയാണ്. എന്നിട്ട് ഇത്ര ഓപ്പൺ ആയിട്ട് ഇതുപോലുള്ള ചാൻഡുകൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. എൻസോ പോലുള്ള പ്ലേയേഴ്സിന്റെ സൈഡിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. അതിന്റെ അർത്ഥം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് പ്ലേയേഴ്സിനെ കുറിച്ചാണ് ഇത് പാടുന്നത്. നിങ്ങളുടെ അച്ഛൻ കാമറൂണിൽ നിന്നാണ്, അമ്മ അങ്കോളിയയിൽ നിന്നാണ്, പക്ഷെ നിങ്ങൾക്ക് ഫ്രഞ്ച് പാസ്പോർട്ട് ഉണ്ട് എന്നാണ് പ്ലേയേഴ്സിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ചാൻഡ്. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം അർജന്റീനയില് ആഫ്രിക്കൻ അമേരിക്കൻ റീജിയനിൽപ്പെട്ട ഒരു പ്ലേയേഴ്സ് പോലും അവൈലബിൾ ആയിട്ടില്ല. അതിന്റെ കാരണം നമുക്കറിയില്ല. എന്നിരുന്നാലും ഇതുപോലുള്ള ഒരു ചാൻഡ് ആ ഒരു ടീമിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഓപ്പൺ ആയിട്ടുള്ള അപ്പോളജി ലെറ്ററും ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റും ക്ലാരിഫിക്കേഷനും ഒക്കെ നമ്മൾ കണ്ടു. ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഇനഫ്. എന്തായാലും ഒരു ലോക്കൽ കേസ് ടീമിനെതിരെയും എൻസോക്കെതിരെയും ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ബാനും ഫൈനും ഒക്കെ പുള്ളിക്ക് വരാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എൻസോക്ക് മാത്രമല്ല മറ്റ് ടീം അംഗങ്ങൾക്കും അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.